ഹലോ ബ്രോസ്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ ഓഫ് സ്വിഗ്ഗി. അപ്ലൈ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ആയിട്ടൊന്ന് റൈഡ് എടുക്കാൻ വിചാരിച്ചത്. കാരണം ഫ്രീ കിട്ടിയതെന്നാണ്, ലീവ് കിട്ടിയതെന്നാണ്. എനിക്ക് വേറൊരു ജോലിയുണ്ട്, ഞാൻ ചുമ്മാ ഒരു സൈഡായിട്ട് സ്വിഗ്ഗി നോക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഡേ സ്വിഗ്ഗി എങ്ങനെ നമുക്ക് നോക്കാം. ഇവർ ഈ ഫസ്റ്റ് ഡേ ഇത്ര കിട്ടും അത്ര കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊരു ഷിഫ്റ്റ് ബേസ്ഡാണ്. നമ്മളിത് എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എൻ്റെ സോൺ വരുന്നത് കോറമംഗലയാണ്, പക്ഷെ ഞാൻ താമസിക്കുന്ന അതും കഴിഞ്ഞ് കുറേ ദൂരത്താണ്. ഇപ്പം ഞാൻ കയറിയ റോഡ് സിൽക്ക് ബോർഡ് റോഡാണ്. സിൽക്ക് ബോർഡ് ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലം സിൽക്ക് ബോർഡാണ്. അത് കഴിഞ്ഞ് പിന്നെ മടിവാളയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ സിൽക്ക് ബോർഡാണ് ഏറ്റവും ട്രാഫിക് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ഫ്ലൈ ഓവറും മെട്രോ ഒക്കെ ആ വഴി വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ല റോഡിലൊന്നാണ് ശരിക്കും സിൽക്ക് ബോർഡ് റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രോണിക് സിറ്റി ഒക്കെ ഏറ്റവും നല്ല റോഡാണ്. ഇത് നാഷണൽ ഹൈവേയുടെ റോഡാണ് ഈ കാണുന്ന ഈ റോഡ്. ഇതിൽ താഴെ അവിടെ നമുക്ക് മാർക്കിങ്സ് ആണ് NHAIയുടെ റോഡാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വേണം നമുക്ക് നമ്മുടെ സോണിലോട്ട് പോകാൻ. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് GoPro Hero 11 ആ ഒരു ക്യാമറയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ കുറേ സംസാരിച്ചായിരുന്നു ബൈക്കിൽ ഓടിക്കുമ്പോൾ. പിന്നെ ഫുട്ടേജ് നോക്കിയാൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ക്ലിയർ അല്ല എന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്റ്റേണലായിട്ട് റെക്കോർഡാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ നമുക്ക് ഓരോ ഷിഫ്റ്റ് ഉണ്ട്, 9 to 12, 12 to 4 അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ 9 o'clock ഷിഫ്റ്റാണ് ഫസ്റ്റ് ഡേ നോക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഈ റൈറ്റ് എടുക്കുന്നതോട് കൂടി നമ്മുടെ കോറമംഗലയിലോട്ട് കയറി. ഇതാണ് കോറമംഗല, വൺ ഓഫ് ദി പോഷ് ഏരിയാസ് ഇൻ ബാംഗ്ലൂർ. ഇവിടെ നിന്നാണ് നമ്മുടെ എൻ്റെ സോൺ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ കോറമംഗല കയറി, ഇനി ഓർഡർ കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കുന്നതാണ് കേൾക്കുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഓർഡർ കിട്ടുന്നില്ല. അപ്പോഴറിഞ്ഞ വണ്ടിക്ക് പെട്രോൾ ഇല്ലയെന്ന്. എന്നാൽ പിന്നെ പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ 200 rupees പെട്രോൾ അടിച്ച് എല്ലാം റെഡിയായിരുന്നു. കാരണം അതിനിടയ്ക്കിനെ അടിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ആദ്യമേ പെട്രോളും കടിച്ച് തീർത്തു. ഇനി അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കിട്ടുന്നല്ല ഇങ്ങനത്തെ സ്നാക്സ് ഓർഡറൊക്കെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്, പക്ഷേ ചെറിയ അങ്ങനത്തെ തൊട്ടുള്ള ഓർഡർ കിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ആകെ എത്രയാണ്, 1 kilometer കണ്ട് ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് തന്നെ എടുക്കണം. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ. അപ്പോൾ കോറമംഗൽ റോഡ് സാധാരണ ഫുൾ ബിസി റോഡാണ്. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നത് വരമഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു കർണാടക ഫെസ്റ്റിവൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നല്ല തിരക്ക് പിടിച്ച റോഡാണത് കോറമംഗല. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ ഒരു BMW കാറ് കാണാൻ പറ്റും. അടിപൊളി അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് നല്ല തിരക്കുള്ള റോഡാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ വണ്ടി ഓടിക്കാനോ എന്ന് വെച്ചാൽ നന്നായിട്ട് ഓടിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. പക്ഷേ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് റോഡ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഹോട്ടലെത്തി. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം, കാരണം ഫുഡ് ആയിട്ടില്ല. പ്രോഗ്രസ്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു 20 minutes നമുക്കതിന് പോകും വെയിറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ നേരെ കാണുന്ന ആളും സ്വിഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ½ an hour വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഫുഡ് കിട്ടിയത്. ഈ റെസ്റ്റോറൻറ്റുകാർ ചെയ്ത പരിപാടി എന്നറിയോ, അതായത് അവർ ഫുഡ് പാക്കായി പറഞ്ഞിട്ട് പ്രസ് ചെയ്തു, പക്ഷേ സ്റ്റിൽ ദ പ്രിപ്പയറിങ് ദ ഫുഡ്. അപ്പോൾ സ്വിഗ്ഗിക്കാർ ചോദിച്ചാൽ ഞാൻ ലേറ്റായി, പിക്കപ്പ് ചെയ്യാൻ ഞാൻ ലേറ്റായി പറഞ്ഞിട്ട് അവർ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ആപ്പിൽ തന്നെ അതിനുള്ള പ്രൊവിഷനുണ്ട്. ഫുഡ് റെഡി ആയിട്ടില്ല, റെസ്റ്റോറൻറ്റുകാർ വെറുതെ പറയുന്നതെന്നുള്ളൊരു ഓപ്ഷൻ. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്കും അവർക്ക് റിവ്യൂ എടുക്കുമെന്ന് പറയുന്നത് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പാക്ക് ആൻഡ് കുക്ക് ചെയ്ത് തീരാണ്ട് തന്നെ അവർ ഡെലിവറി ബോയ്സിൻ്റെ പിടലേക്ക് ഇടുന്ന ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയില്ലേ ചില റെസ്റ്റോറൻറ്റുകാർ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഇങ്ങനത്തെ ആയിപ്പോയി. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ വീഡിയോ ട്രിം ചെയ്തതാണ്. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിനിടയിൽ ഇവർ പാക്ക് ചെയ്തുകൊണ്ട് ഇടുകയും ചെയ്തു. അത് ഭയങ്കര ഇതായി. ഞാൻ ആപ്പ് ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കിയതുകൊണ്ട് മനസ്സിലായി തിരിച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വണ്ടി കണ്ടു കാണും. അപ്പോൾ അതൊരു ഇലക്ട്രിക് വണ്ടിയല്ല, പെട്രോൾ വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് ബാഗില്ല എന്നല്ലേ. അപ്പോൾ സ്വിഗ്ഗിയിൽ അങ്ങനെ പരിപാടിയുണ്ട്. നമ്മൾ ചേരുമ്പോൾ നമുക്ക് ഉടനെ ബാഗും അവരുടെ യൂണിഫോമൊന്നും കിട്ടത്തില്ല. അത് 10ാമത്തെ ഓർഡർ കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വല്ല പേഴ്സണൽ ബാഗ് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു പഴയ കരാട്ട ബാഗ് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫുഡ് കൊടുക്കാൻ വേണ്ടി. കസ്റ്റമർ ഉള്ളത് ഇപ്പോൾ ഈജിപുരയിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 2 kilometer ഓടിക്കണം, എന്നിട്ടാണ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഇപ്പം ഞാൻ എത്തി, ഫ്ലാറ്റിൽ കയറി കൊടുക്കാൻ പോവാണ്. കുറേ വട്ടം തിരിഞ്ഞു, കാരണം ഇതൊരു ഗല്ലി പോലത്തെ ഒരു ഏരിയ ആണ് ഇവർ ഈ വീട്ടിലൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്, ഇങ്ങനത്തെ ഫ്ലാറ്റുകളൊക്കെ. അപ്പോൾ കുറേ വട്ടം തിരിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. ലേറ്റായെന്ന് ചിലപ്പോൾ കസ്റ്റമറിന് അറിയാമായിരിക്കും, പക്ഷെ എന്നാലും ഇത് റെസ്റ്റോറൻറ്റുകാരൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയാനുള്ളൊരു
സന്മനസ് കസ്റ്റമറെ കാണിച്ചു. ഇപ്പോൾ കൊടുത്തിട്ട് വരുന്ന വഴിയാണ്, ഞാൻ കസ്റ്റമർ ഫേസ് കാണിക്കുന്നില്ല. നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ല. വേറെ വല്ല ആൾക്കാരാണ് വല്ലതും പറഞ്ഞേനെ. കാരണം റെസ്റ്റോറൻറ്റ് ലേറ്റായിട്ട് ഡെലിവറി ബോയ്ക്ക് തെറി വിളിക്കുന്ന ആൾക്കാരാണല്ലോ മിക്കലും. അതുകൊണ്ടൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ തിരിച്ച് അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യണം. സ്വിഗ്ഗിയിൽ നമുക്ക് ഓർഡർ ചൂസ് ചെയ്യാൻ പറ്റില്ല. അവർ തരുന്ന ഓർഡർ നമ്മൾ എടുക്കുക. അതാണ് അവരുടെ ഒരു റൂൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം